ആരടാ മരം പിടിച്ച് കുലുക്കണേ? അയ്യോ മുതലാളി വന്നോ? ഏയ് അതെ, ഓറഞ്ച് കണ്ടപ്പോ കേറിയതാണേ. ആരത്? ഇത് അനുവാദമില്ലാതെ തോട്ടത്തിൽ കയറിയിരിക്കണത് ആരാണ്? സുഹൃത്തുക്കളെ, ഇത് അനുവാദമില്ലാതെ തോട്ടത്തിൽ കയറിയൊന്നല്ല. ഇതെന്തൊക്കെ പറഞ്ഞാലും ഇത് എവിടെയാണെന്ന് പുറകിലത്തെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ശിവയുടെ വീട്ടിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ എത്ര മാസമായി ശിവയുടെ കഴിക്കാൻ തുടങ്ങിയിട്ട്? ഇത് കുറച്ചായി. ഇത് മാത്രമല്ല കേട്ടോ, 2 മാസമായിട്ട് ഓറഞ്ച് ഉണ്ട്. തൊട്ട് പുറകിലുണ്ട്. കഴിഞ്ഞു, ഈ പ്രാവശ്യം സീസൺ കഴിഞ്ഞു. നല്ല ഫുൾ കായുള്ള മരങ്ങളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മരം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഉള്ളതിൽ മോശമുള്ളൊരു മരമാണിത്. പിന്നെ എന്നാലും പിന്നെ നമ്മൾ മരത്തിൽ കയറി ഒരു ഓറഞ്ച് പറിച്ച് കഴിക്കാം. നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇഷ്ടമാതിരി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞോ, ഞാനിത് കഴിച്ചിട്ട് പറയാം കേട്ടോ. അതെ, പിന്നെ ഇതിപ്പോൾ കഴിച്ചു കേട്ടോ. ഭക്ഷണം നമ്മുടെ ഉള്ളിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. ഇത് കൂടാതെ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വയനാട്ടിലും അല്ലെങ്കിൽ തണുപ്പുള്ള മേഖലയിലൊക്കെ അത്യാവശ്യം ഓറഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പ്. ലക്ഷ്യപ്പെട്ട അതെ. ഇതിൽ പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ട് തണ്ട് തുറക്കുന്ന ഒരു കേടാണ് ഇതിന് മെയിൻ. ഇവിടെയൊക്കെ തണ്ട് തുറന്നിട്ടുണ്ട്. ഇതിൽ നിറയെ പൊടി കണ്ടില്ലേ? പക്ഷെ നമ്മൾ ഇതുവരെ മരുന്നൊന്നും അടിച്ചിട്ടില്ല. ഇത് മധുരമുണ്ട് കേട്ടോ, ഭയങ്കര മധുരമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മധുരമുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള മരുന്ന് ചെയ്താൽ റെഡി ആവുമോ? അതിന് മരുന്നടിക്കണം. മരുന്ന് ഇതുവരെ അടിച്ചിട്ടില്ല. പിന്നെ ഈ കൊല്ലം കുറച്ച് മരുന്ന് അടിച്ചാലോ എന്ന് ആലോചിക്കുന്നു. എന്തായാലും കുറച്ച് മരുന്ന് അടിച്ചില്ലെങ്കിൽ ഇത് ഈ പൊടി കണ്ടോ? അതെ അതെ അതെ, ഈ പൊടി വരുന്നത് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രശ്നം ഇത് ഉണങ്ങും. അപ്പോൾ നമുക്കിപ്പോൾ എത്ര മരമുണ്ട്? എനിക്കൊരു 10-20 മരം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല അത്. പക്ഷെ നമ്മളങ്ങനെ അത് ഉണ്ടായി. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചെങ്കിലാണ് മരം നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ പോയി പോകും. അതെ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെറിയ മരുന്നൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ ഏതാണെന്നുള്ളത് നമ്മൾ അപ്ഡേഷനിലൂടെ അറിയിക്കാം അല്ലേ? അതെ അതെ അതെ. ഇതിൻ്റെ കേട് ലക്ഷ്യപ്പെട്ട അതാണ് അതിൻ്റെ ആ പൊടി കണ്ടില്ലേ? ഇതിങ്ങനെ 2 ടൈപ്പ് കേടുണ്ട് കേട്ടോ. ഒന്ന് ഇതും കൊമ്പുണങ്ങുന്നു. ഒന്ന് ഇതാ ഈ കാണുന്ന. അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് വളരെ വലിയ മരങ്ങൾ നമ്മുടെ തോട്ടത്തിൽ അവിടെ തറവാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ആ മരങ്ങൾ മുഴുവൻ കൊമ്പുണങ്ങി പെട്ടെന്ന് പോയതാണ്. അപ്പോൾ കുറച്ച് ഓറഞ്ചൊക്കെ മേടിച്ച് വെച്ചാൽ ഫുൾ ടൈം ഒന്നും കഴിക്കാൻ നമുക്കിത് ഉണ്ടായി. നമ്മളങ്ങനെ വലിയ കെയർ ഒന്നും നമ്മൾ ഈ കോഫിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഇതിലുണ്ടായതാണ്. പണ്ട് ഇങ്ങനെ മേടിച്ചിട്ടേ കണ്ണിൽ ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. ഇത്ര വലുതായിട്ടും കാര്യമില്ല, സ്വഭാവത്തിനൊരു മാറ്റം. മനസ്സെപ്പോഴും ചെറുപ്പമല്ലേ. നമുക്ക് 10-70 വയസ്സായെന്ന് പറഞ്ഞാലും ഇത് കൊള്ളൊരു ശിവേട്ടാ. നിങ്ങൾ പോയിക്കോ. കൊള്ളില്ല അല്ലേ? നിർത്താ പോയിക്കോ, പല്ല് നാശാക്കണ്ട.